പിണറായി വിജയന്റെ നാട്ടിൽ ജീവിക്കുന്നതിൽ ലജ്ജ തോന്നുന്നുവെന്ന് കെ സുധാകരൻ. അയ്യപ്പന്റെ സ്വർണം കടത്തിക്കൊണ്ടുപോയിട്ട് എന്ത് നടപടിയുണ്ടായി? ശരിയായ അന്വേഷണം നടന്നാൽ CPM നേതാക്കന്മാർ കൈവിലങ്ങുമായി അകത്തുപോകുമെന്നും സുധാകരൻ പറഞ്ഞു. ഈ രാജ്യം ഭരിക്കാൻ ഉളുപ്പുണ്ടോ പിണറായി എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ നാട്ടുകാരനാണ്, ഞാൻ ലജ്ജിക്കുന്നു. ആ നാട്ടിൽ, ആ മുഖ്യമന്ത്രിയുടെ നാട്ടിൽ ജീവിക്കേണ്ടി വന്നതിന് ഞാൻ ലജ്ജിക്കുന്നു എന്ന് പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഈ നാട് ഇന്നിപ്പോ എവിടെയാ ഉള്ളത്? നമ്മളൊക്കെ ഇന്നലെ വരെ കേട്ടുകേൾവിയില്ലാത്ത ശബരിമല അയ്യപ്പന്റെ സ്വർണം കടത്തിക്കൊണ്ടുപോയി. എത്ര കോടിയുടെ സ്വർണം? ഒരു തെളിവ് കിട്ടിയോ? ഒരു രേഖ കിട്ടിയോ? ഒരു നേരിയ തെളിവ് കിട്ടിയോ? എന്തുകൊണ്ട് കിട്ടിയില്ല? എന്തുകൊണ്ട് പോലീസ് അന്വേഷിക്കുന്നില്ല? എന്തുകൊണ്ട് തെളിവുകൾ ഉണ്ടാക്കുന്നില്ല? കോടാനുകോടി രൂപയുടെ സ്വർണം ശബരിമല അയ്യപ്പന്റെ ക്ഷേത്രത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയിട്ട് അതിനൊരു പരിഹാരം കാണാൻ സാധിക്കാത്ത ഈ സർക്കാരിന് ഈ നാട് ഭരിക്കാൻ എന്തവകാശമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ചോദിക്കണം എന്നതാണ് എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്. എന്തുകൊണ്ടാണ് അന്വേഷിച്ചാൽ ആരുടെ കൈകൾക്കാണ് വിലങ്ങ് വെക്കേണ്ടി വരിക എന്ന് CPM-ന് അറിയാം. ആദ്യം പിടിച്ച 2 പേർ ജയിലിൽ കിടക്കുന്നവർ, അവർ CPM-ന്റെ മുഖ്യമന്ത്രിയുടെ അടുത്ത 2 സന്നദ്ധ സഹചാരിയാണ്. തെളിവുകളിലേക്ക് പിന്നീടും പോയാൽ ഒരുപാട് CPM-ന്റെ ആളുകൾ കൈവിലങ്ങുമായി ജയിലിൽ പോകേണ്ടി വരും എന്ന് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അറിയാം. എന്നതുകൊണ്ട് തന്നെ അന്വേഷണം വിട്ടില്ലേ? അന്വേഷണം നിർത്തിയില്ലേ? അന്വേഷണം പോരാത്തതിന്റെ പേരിൽ ഈ നാട്, ഈ ജനങ്ങൾ ആകെ അക്ഷമരായി നിന്നില്ലേ? സ്വർണം കിട്ടാത്ത ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം അതിന് കിട്ടാത്ത ഈ നാട്, അതിന് വാങ്ങിക്കൊടുക്കാൻ സാധിക്കാത്ത കഴിവില്ലാത്തൊരു സർക്കാർ. ഈ സർക്കാർ എന്തിന് ഈ നാട് ഭരിക്കണമെന്ന് നിങ്ങൾ എല്ലാവരും ആലോചിക്കണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.